Hello, my dear art lovers. Welcome back to Art of Swap. We learn from mistakes എന്നല്ലേ പറയാറ്. പക്ഷേ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് അതിൽ നിന്നും പഠിക്കാതെ വീണ്ടും ഒരു മിസ്റ്റേക്ക് ചെയ്താലോ? അത് വേറെ ആരുമല്ല കേട്ടോ, ഞാൻ തന്നെയാണ്. ഞാനിതാ ഇപ്പോൾ ഒരു മൊസൈക്ക് ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് നമ്മളൊരു മൊസൈക്ക് ആർട്ട് ചെയ്ത് ഷോർട്സിൽ ഇട്ടത് ഓർമ്മയുണ്ടോ? നമ്മളുടെ ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സിന് ഓർമ്മയുണ്ടാവും. അതിൽ ഞാനൊരു മണ്ടത്തരം ചെയ്തു. ആ സെയിം മണ്ടത്തരം ഞാനിവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ദാ മൊസൈക്ക് ആർട്ടിന് വേണ്ടി നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് പ്ലൈവുഡാണ്. റൗണ്ട് 30 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഒരു പ്ലൈവുഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തിക്നെസ് ഉണ്ടോ, ഇത് ഇത്രയും തിക്കാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇതിപ്പം പ്ലൈവുഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് MDF ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. ഒരു 100 or 150 റുപ്പീസ് മാത്രമേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള MDF ബോർഡ് യൂസ് ചെയ്യാം കേട്ടോ. സോ ഇതാ ഇതുപോലെ റൗണ്ട്സ് ഒക്കെ വരച്ച് സർക്കിൾസ് ഒക്കെ വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമില്ല ഇതുപോലത്തെ മിറേഴ്സാണ്. ഏത് ഷേപ്പിലെ മിറേഴ്സ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിത് ഒരു പാക്കറ്റിന് 25 or 35 റുപ്പീസ് വെച്ചിട്ട് ബ്രദേഴ്സ് എന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, SM സ്ട്രീറ്റിൽ. ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിലുള്ള മിറേഴ്സ് എടുക്കാം. അതിനുശേഷം എന്താ ഫെവിക്കോൾ വേണം. ആൻഡ് ദെൻ നമ്മൾ ഫെവിക്കോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഈ മിറേഴ്സ് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. സോ ഇതാ നമ്മൾ ഫെവിക്കോൾ വെച്ച് ഇതുപോലെ നമ്മളുടെ ഇഷ്ടത്തിലുള്ളൊരു ഡിസൈൻ ചെയ്തെടുക്കാം. ഈ സെയിം ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പുതിയൊരു ഡിസൈൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഗ്യാപ്പ് വരരുത്. ഈ മിറേഴ്സ് തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വരാൻ പാടില്ല. ഏകദേശം അടുത്തെടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവസാനത്തെ റൗണ്ടിൽ എൻ്റെ കയ്യിലെ മിറേഴ്സ് ഷോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് വന്നു അത് ചെയ്തപ്പോൾ. അപ്പോൾ അത്രയും ഗ്യാപ്പ് വരാൻ പാടില്ല. കൂടുതലും അടുത്തടുത്ത് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. നമ്മുടെ വർക്ക് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിസൈൻസ് ഒക്കെ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതല്ല കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി സർക്കിൾസ് വരച്ചു, ലൈൻസ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് വരച്ചു. അതിനുശേഷം ചെയ്യുന്നതൊക്കെ ഇംപ്രോപ്ഡ് ആയിട്ട് ചെയ്തതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഇങ്ങനത്തെ ഡിസൈൻ വേണം അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓൾറെഡി ഐഡിയ വരും. ഇത് ഓക്കെ, ഇതിങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വരും. അല്ലെങ്കിൽ ഇത് മാറ്റി ചെയ്യാം, അങ്ങനെ ഒരു ഐഡിയ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഡിസൈൻസൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള മിറേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൈൻഡ് ഓഫ് ഡിസൈൻസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു 3-4 ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻസൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ, അതിലെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പോർഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് ഗ്യാപ്പ് വന്നു പോയിന്ന്. ഇത്രയും ഗ്യാപ്പ് വരാൻ പാടില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് എത്രത്തോളം ഡിസൈൻസ് മിറേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫില്ല് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം ഫില്ല് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മിറേഴ്സ് ഷോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്നുള്ള ലെവലിൽ മാക്സിമം ഫില്ല് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മിറേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ ലുക്ക്. മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷമുള്ള ലുക്ക്. അപ്പോൾ ഇത് ഞാൻ ഉച്ചയായപ്പം ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ എടുക്കുന്നത്. അത്രയും അത് നന്നായിട്ട് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും, എന്നാലും ഞാൻ അതിന് കുറച്ച് സമയം കൊടുത്തതേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ചോക്ക് പൗഡറാണ്. ഇതിന് പകരം വൈറ്റ് സിമെൻറ്റ് എടുത്താലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് ചോക്ക് പൗഡറാണ്. ആൻഡ് ദെൻ ഫെവിക്കോൾ, പിന്നെ അക്രിലിക് കളേഴ്സ്, പിന്നെ അതിനുശേഷം നമ്മുടെ ചോക്ക് പൗഡറിലേക്ക് കുറച്ച് ഫെവിക്കോൾ ഒഴിക്കുക.
ഫെവിക്കോൾ അപ്ലൈ ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ആൻഡ് ദെൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കുറച്ച് കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസി വേണ്ട. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാലും ഒരുപാട് കട്ടിയാവാനും പാടില്ല. കണ്ടില്ലേ, ഇത് കുറച്ച് കട്ടിയാണ്. ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ലൂസാക്കണം. ഓക്കെ. ആൻഡ് ദെൻ ഞാനതിൽ ആദ്യത്തിൽ യെല്ലോ മിക്സ് ചെയ്തു. യെല്ലോ കളറാണ്, കുറച്ച് പോർഷൻ എടുത്തിട്ട് അത് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ റോസ് കളറാണ്, ക്രിംസൺ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ അക്രലിക് കളർ എടുത്തിട്ടാണ് രണ്ടാമത്തെ കളർ മിക്സ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ യെല്ലോ ഓക്രേ എന്ന് പറഞ്ഞിട്ടൊരു കളറാണ്. ആൻഡ് ദെൻ നമ്മളുടെ ബ്ലൂ. അപ്പോൾ മൂന്നാമത്തെ പോർഷൻ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിൽ ബ്ലൂ ആണ് കളർ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ 3 കളേഴ്സ് യെല്ലോ, പിങ്ക് ആൻഡ് ബ്ലൂ. സോ ഫസ്റ്റ് നമ്മൾ ആ യെല്ലോ എടുത്തിട്ട് ഇതുപോലെ ഒരു പാലറ്റ് നൈഫാണിത്, ഇത് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ നൈഫ് ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. ഈ സാധനം എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം യെല്ലോ ആണ്, അതിനുശേഷം പിങ്ക് ആൻഡ് ദെൻ ലാസ്റ്റാണ് ബ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൽ കാണുന്ന പോലെ മുകളിലത്തെ ഭാഗം ഇതുപോലെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, വടിച്ചെടുക്കുക. ആ മുകളിലത്തെ പോർഷൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുക. എക്സ്ട്രാ ഉള്ള പോർഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ എടുത്തു കൊടുക്കുക. ആൻഡ് നമ്മൾ ഉറപ്പ് വരുത്തണം അത് എല്ലാ സ്ഥലത്തും, അതായത് ഈ മിറേഴ്സിൻ്റെ ഗ്യാപ്പിലൊക്കെ ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ട് ഫില്ലായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനാണ് നമ്മൾ അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ അമർത്തി പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഫില്ലായി എന്ന് ഉറപ്പ് വരുത്തണം. ആൻഡ് ദെൻ നമ്മൾ റോസ് അപ്ലൈ ചെയ്തു. റോസ് അപ്ലൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു മിസ്റ്റേക്സ് ചെയ്തിട്ട് അതിൽ വെച്ചാൽ വി ലേൺ ഫ്രം മിസ്റ്റേക്സ് ആണ് പറയുന്നത്. അപ്പോൾ മിസ്റ്റേക്ക് ഓൾറെഡി ചെയ്തിട്ട് ആ മിസ്റ്റേക്ക് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാം, അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സിൽ ഓൾറെഡി നമ്മളൊരു മൊസൈക്ക് ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനിത് മിക്സ് ചെയ്തപ്പോൾ അതിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടിപ്പോയി, അതായത് വെള്ളം മിക്സ് ചെയ്തത് കൂടിപ്പോയി. അപ്പോൾ അത് കുറച്ച് ലൂസായി. അതുകൊണ്ട് തന്നെ അതിന് അവസാനം ക്രാക്സ് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്രാക്സ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഔട്ട്പുട്ടിൽ. അപ്പോൾ ഞാൻ ഇതിലധികം വെള്ളമൊന്നും യൂസ് ചെയ്യാതെ കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ലാസ്റ്റത്തെ ബ്ലൂ പോർഷനിൽ ഞാൻ വെച്ചു ഇതൊക്കെ ഈ യെല്ലോയും പിങ്കും കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ഇത്ര ടൈറ്റ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇത്തിരിയും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് ആണ് അവസാനത്തെ ബ്ലൂ മിക്സ് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് ക്രാക്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിങ്കിലും ചെറുതായിട്ട് ക്രാക്സ് ഉണ്ടായിരുന്നു. ബ്ലൂവിൻ്റെ അത്രയില്ല, പക്ഷേ എന്നാൽ പോലും പിങ്കിലും ക്രാക്സ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, തൊട്ടടുത്തുള്ള ബ്ലൂവും ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ബ്ലൂവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാര്യം ഓൾറെഡി അപ്ലൈ ചെയ്തത് തീർന്നു പോയി, ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബ്ലൂ തീർന്നു പോയി. അപ്പോൾ ഞാൻ രണ്ടാമത് പിന്നെ മിക്സ് ചെയ്തു. അപ്പം നമ്മളുടെ യെല്ലോ കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഞാൻ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിൽ കുറച്ച് ബ്ലൂ ഇട്ടിട്ട് അത് മിക്സ് ചെയ്തപ്പോൾ ചെറിയൊരു കളർ ഷെയ്ഡിൽ ഡിഫറൻസ് വന്നു. പക്ഷേ വലുതായിട്ട് അറിയുന്നില്ല, പക്ഷേ എന്നാൽ പോലും ചെറിയൊരു ഡിഫറൻസ് വന്നു. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് നമ്മൾ എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ലുക്ക്. ആൻഡ് ഡ്രൈ ആയതിനു ശേഷമുള്ള ലുക്കാണിത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ക്രാക്സ് വന്നിട്ടുണ്ട്, ഫുള്ള് ക്രാക്സ് ഉണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു ക്ലോത്ത് എടുക്കുക. ആ ക്ലോത്ത് കോട്ടൺ ക്ലോത്ത്, ആ ക്ലോത്ത് നന്നായിട്ട് നനച്ചതിന് ശേഷം ഇതുപോലെ ആ മിറേഴ്സിൻ്റെ മുകളിലായിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് ഈ മിററിൻ്റെ മുകളിലൊക്കെ ഈ ചോക്ക് പൗഡർ മിക്സ്ചർ ആയിട്ടുണ്ടല്ലോ, ആ പോർഷനൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ നനഞ്ഞ ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം ക്ലീനായിട്ട് വരും കേട്ടോ, പെട്ടെന്ന് ക്ലീനായിട്ട് വരും. അപ്പോൾ ഇതുപോലെ എല്ലാം അങ്ങനെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ ഞാൻ എന്തായാലും ചെയ്ത വേറൊരു മിസ്റ്റേക്ക് എനിക്ക് നേരത്തെ പറയാൻ വിട്ടുപോയത്, ഫെവിക്കോളിൻ്റെ എമൗണ്ട് ഞാൻ എടുത്ത് കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ അത്രയും ഫെവിക്കോളിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഓക്കെ. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറ്റ് ക്ലോത്ത് എടുത്തിട്ട് മുഴുവനായിട്ട് തുടച്ച് ക്ലീൻ ആക്കുക. ആ പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മൊസൈക്ക് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. വലിയ പരിപാടികളൊന്നുമില്ല. ആ ഒരു നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തുള്ള മിസ്റ്റേക്സ് വരാതെ ശ്രമിച്ചാൽ
ഇത് ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട്. ഇനി മിസ്റ്റേക്സ് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ചെയ്തതിൽ ഔട്ട്പുട്ട് വന്നപ്പം ചെറിയ ചെറിയ ക്രാക്സ് ഉണ്ട്, പക്ഷേ കാണാൻ വലിയ വൃത്തിയോടൊന്നുമില്ല. നല്ല ഭംഗിയുണ്ടാകും. ഇതിൻ്റെ ഔട്ട്പുട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയുന്ന ആളുകൾ മാത്രമേ ക്രാക്സ് ഉണ്ടല്ലോ, ഇതത്ര നീറ്റായിട്ടില്ലല്ലോ, പെർഫെക്റ്റ് ആയിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മളടുത്ത് പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ആൻഡ് ഇതിൻ്റെ ഔട്ട്പുട്ടും അടിപൊളിയാണ്. നിങ്ങൾ കണ്ടല്ലോ ഫസ്റ്റ് തന്നെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നല്ല നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഈ മൊസൈക്ക് ആർട്ട് ചെയ്ത് നല്ല എക്സ്പീരിയൻസുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. കാരണം എനിക്ക് അടുത്ത പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ. എൻ്റെ ഈ ബ്ലൂ പോർഷൻ ഭയങ്കര ഡ്രൈ ആയിരുന്നു ഞാൻ വെറ്റ് ക്ലോത്ത് വെച്ച് തുടയ്ക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ക്ലോത്ത് നന്നായിട്ട് നനച്ചതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ഡാബ് ചെയ്ത് കൊടുത്തു. അപ്പം അത് പെട്ടെന്ന് എന്താവും, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് പോയി കിട്ടും. ആ മുകളിലത്തെ പോർഷൻ, മിറേഴ്സിൻ്റെ മുകളിലുള്ള പോർഷൻസ് പെട്ടെന്ന് നമുക്ക് പോയി കിട്ടും. അത്ര സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് തുണി നനച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഡാബ് ചെയ്തിട്ടോ. അപ്പോൾ ദാ നമ്മൾ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ സെയിം ക്ലോത്ത് ഒന്ന് നല്ല നീറ്റായിട്ട് കഴുകി എടുത്തതിന് ശേഷം, നീറ്റായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ജസ്റ്റ് ഫുള്ളായിട്ട് മിറേഴ്സൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട്. കണ്ടില്ലേ, ആ ക്രാക്സ് വന്നെടുത്ത് സൈഡിലൊക്കെ അത്യാവശ്യം ഇളകിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, കാണാൻ ലുക്കുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ തുണി ഒന്നുകൂടെ ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഫുള്ളായിട്ട് ഒന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്താണ്. ആ ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് ഈ മിറേഴ്സൊക്കെ നല്ല ക്ലീൻ ആയിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഴയ ക്ലോത്ത് വെച്ച് തുടച്ചതുകൊണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഒരു ഫോഗി ആയിട്ട് ഒരു ലെയർ ഉണ്ടാവും. ആ ലെയർ ഫുള്ളായിട്ട് തുടച്ച് ആ മിറേഴ്സിൻ്റെ തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടച്ചെടുക്കുന്നത്. ആൻഡ് ദെൻ നമ്മളുടെ ലുക്ക് കണ്ടില്ലേ, ഇതാണ് ഫൈനൽ ലുക്ക്. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്രാക്സ് ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ അത് ഭയങ്കര വൃത്തികേടായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല. പിന്നെ അതിൻ്റെ അറ്റത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് പോയിട്ടുണ്ട് ചില ഭാഗങ്ങൾ മാത്രം. പക്ഷേ അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ ഇങ്ങനെയാണല്ലോ ചെയ്ത് പഠിക്കുക, അങ്ങനെ ആശ്വസിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ടിപ്സ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.